ഗുഡ് ഈവനിങ്. എല്ലാവരും കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. അതിനിടയിൽ കൂടെ ഒരു സൈബർ ഹൈജീൻ സെക്ഷൻ എടുക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇത്രയും ഓഡിയൻസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്കും അതുപോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും കുട്ടികളുടെ പ്രോഗ്രാം കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമുക്കൊരു 15-20 മിനിറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സ്പീഡായിട്ട് പറയാം. കാര്യം നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ എടുക്കാനായിട്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഓക്കെ, എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ഞാൻ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. കേരള പോലീസിൻ്റെ സൈബർ ഡോം എന്ന് പറയുന്ന ഒരു ഡിവിഷനിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഫോണ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് എങ്കിലും ഉപയോഗിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? നിങ്ങളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഈ സെഷനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മളിന്ന് സെക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ, അതായത് കോവിഡിന് ശേഷം, കോവിഡ് എന്ന് പറയുന്ന പോസ്റ്റ് കോവിഡിന് ശേഷം എന്താണ് നിങ്ങൾക്ക് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളും, കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സിലാണ് കൂടുതലും വന്നത്, അല്ലേ? കോവിഡ് സമയത്തൊക്കെ നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് നാളെ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രധാനമായിട്ടും നിങ്ങളുടെ ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രയും കാര്യങ്ങൾ മാത്രമേ ഈ സെഷനകത്ത് ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ ബേസിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള കേസുകളുടെ ബേസിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ആദ്യം നമുക്ക് പറയേണ്ട കാര്യം, ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും ചെറിയ കുട്ടികളാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഗെയിം കളിക്കുന്നത്, അല്ലേ? മാതാപിതാക്കൾ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും മാതാപിതാക്കളുടെ ഫോണുകളാണ് കുട്ടികൾക്ക് ഗെയിം കളിക്കാനായിട്ട് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഗെയിം കളിക്കാനായിട്ട് കൊടുക്കുന്ന ഫോണിൽ നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തൊരു കേസ് ഞാൻ പറയാം. ഒരു പാരൻറ്റ് പരാതിയുമായിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുന്നത് അയാളുടെ 3.5 ലക്ഷം രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഞങ്ങൾ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആ കുട്ടി ഒരു ഓൺലൈൻ, അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പാരൻറ്റിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, കളിക്കുന്നത് ഒരു ഓൺലൈൻ ഗെയിമാണ്. ആ ഓൺലൈൻ ഗെയിം കളിച്ച് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മുന്നോട്ട് കളിക്കാൻ സാധിക്കുന്നില്ല. കുട്ടി വേറൊന്നും ചെയ്തില്ല, കുട്ടി യൂട്യൂബിൽ പോയി എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത ലെവൽ കളിക്കാൻ പറ്റുക എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ATM കാർഡിൻ്റെ നമ്പറും ഡീറ്റെയിൽസും അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവൽ കളിക്കാൻ സാധിക്കും. കുട്ടി എന്താ ചെയ്തത്? പാരൻറ്റിൻ്റെ ATM കാർഡ് എടുത്ത് അതിൻ്റെ ATM കാർഡ് നമ്പർ, CVV നമ്പർ, എക്സ്പയറി ഡേറ്റൊക്കെ ഈ പറയുന്ന ഗെയിമിനകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ കുട്ടി കളിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓരോ ലെവൽ കളിക്കുമ്പോഴും ഒരു നിശ്ചിത എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 1.5 മാസത്തോളം ഈ ആക്ടിവിറ്റി നടന്നു. പക്ഷേ പാരൻ്റ് അറിയുന്നത് ഒരു 1.5 മാസത്തിന് ശേഷമാണ്. ചെറിയ ചെറിയ എമൗണ്ടുകൾ ഡിഡക്റ്റ് ചെയ്ത് പോയതുകൊണ്ട് പാരൻ്റ് അത് ഒരിക്കലും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു 3.5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പാരൻ്റ് മനസ്സിലാക്കുന്നത് കുട്ടി ഗെയിം കളിച്ചിട്ടാണ് ഇത്രയും പൈസ നമുക്ക് നഷ്ടപ്പെട്ടതെന്നുള്ളത്. ഈ പൈസ ബാങ്ക് തിരിച്ചു കൊടുക്കുമോ? ഒരു കാരണവശാലും ബാങ്ക് തിരിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ഗെയിം കളിക്കാൻ ഉപയോഗിച്ച ഡിവൈസ് പാരൻറ്റിൻ്റെ ഡിവൈസാണ്. ആ ഡിവൈസിനകത്ത് നിന്നിട്ടാണ് ഈ ATM കാർഡ് ഉപയോഗിച്ച് ഓതറൈസേഷൻ എല്ലാം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് ഒരിക്കലും ഈ പൈസ തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഫോൺസ് കൈമാറുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം,
നമ്മുടെ ഫോണിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഫോണിനകത്ത് റൺ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഫോൺസ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ. കുട്ടികൾക്ക് കൊടുക്കണ്ട എന്നല്ല, പക്ഷേ കൊടുക്കുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ കുട്ടികൾ ഗെയിം കളിക്കുന്നത് കൂടാതെ ഈ സെഷൻ്റെ ടോക്കിനിടയിൽ വെച്ചിട്ട് നമ്മളൊരു പാനൽ ഡിസ്കഷൻ കണ്ടായിരുന്നു ഇല്ലേ? ആ പാനൽ ഡിസ്കഷനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺസിനകത്ത് അവരെന്താണ് ചെയ്യുന്നതെന്ന് പാരൻസിന് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇല്ലേ? അങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ഗൂഗിൾ ഫാമിലി എന്നാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഈ ഗൂഗിൾ ഫാമിലി എന്ന് പറയുന്ന ആപ്പ് ആക്ച്വലി പറഞ്ഞാൽ ഒരു പാരൻ്റൽ കൺട്രോൾ ആപ്പാണ്. നമുക്ക് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ടെലിഫോണിന് അകത്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണം, റൺ ചെയ്യേണ്ട, അത് എത്ര സമയം റൺ ചെയ്യണം, എത്ര സമയം കഴിഞ്ഞാൽ ഓഫ് ആവണം, ഇതെല്ലാം നമുക്ക് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പാരൻസിന് കൃത്യമായി മോണിറ്റർ ചെയ്യാനും സാധിക്കും, കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതിൻ്റെ പേര് ഗൂഗിൾ ഫാമിലി എന്നാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനകത്ത് എന്തൊക്കെ പെർമിഷൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞങ്ങൾക്ക് വന്നൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ വൈഫിൻ്റെ ഫോണിനകത്തുള്ള വാട്സാപ്പ് ടേക്ക് ഓവർ ചെയ്തു എന്നുള്ള പരാതിയാണ്. സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം ആ വ്യക്തിയുടെ ഫോണിലേക്കൊരു കോൾ വരികയാണ്, നിങ്ങൾ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണോ, നിങ്ങളുടെ നമ്പറിൽ നിന്നും ബാങ്കിലെ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് കോൾ വരുന്നത്. അപ്പോൾ ആ വ്യക്തി അയാളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് അയാൾ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ വിളിക്കുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത്, ബാങ്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ മെസ്സേജ് എന്തിനു വേണ്ടിയിട്ട് അയച്ചതാണെന്നാണ് ഈ പറയുന്ന വിളിച്ച ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത്. ആക്ച്വലി അവിടെ സംഭവിച്ചത്, ആ വ്യക്തിയുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി രാവിലെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജും കുറേ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല മെസ്സേജുകളും വാട്സപ്പിനകത്ത് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള പെർമിഷൻസ് ആയിരിക്കും നിങ്ങൾ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ കിട്ടുന്ന മെസ്സേജുകൾ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഏത് തരത്തിലുള്ള മെസ്സേജുകളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റൊരാൾക്ക് അത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി ഇത് കൂടാതെ നിങ്ങളെല്ലാവരും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? പണ്ടത്തെ പോലെ നിങ്ങൾ ATM-ൽ പോയി കാശെടുത്ത് പൈസ കൊടുക്കുന്ന രീതിയാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? അല്ല, നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഗൂഗിൾ പേ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കാം. ഒരു ബാങ്ക് നിങ്ങൾക്കൊരു ATM കാർഡ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് പൈസ എടുക്കാൻ മാത്രമല്ല പറ്റുന്നത്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താം. കാശില്ലാതെ തന്നെ അല്ലെങ്കിൽ ATM കാർഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇനി ഏറ്റവും പുതിയതായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡിനകത്തൊരു ഫെസിലിറ്റി ഉണ്ട്. എന്താണെന്നറിയുമോ? വൈഫൈ എന്ന് പറയുന്നൊരു സർവീസുണ്ട്. ആ കാർഡിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവർ കാർഡ് വാങ്ങിച്ച് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങളെ കൊണ്ട് പിൻ അടിപ്പിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പിൻ അടിക്കാതെ പൈസ എടുക്കാൻ പറ്റുന്നത്? ATM-ൻ്റെ പിൻ അടിച്ചാലല്ലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ പല സ്ഥലങ്ങളിലും പെട്രോൾ പമ്പുകളിൽ നിങ്ങൾ പോയി പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വെറുതെ കാർഡ് ടാപ്പ് ചെയ്താൽ തന്നെ പൈസ വിഡ്രോ ആവും. അതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിനകത്ത് വൈഫൈ എന്ന് പറയുന്നൊരു സർവീസുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ ട്രാൻസാക്ഷനകത്ത്
5000 രൂപ വെച്ചിട്ട് ഒരു ദിവസം 20,000 രൂപ വരെ വിത്തൗട്ട് പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസുകൾ വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും അത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അത് എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇനി നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരാതി വരുന്നൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പരാതികൾ. അത് ഒരു പരാതി കൂടെ ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം. അതായത് 3 പെൺകുട്ടികൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ അവരെ കുറച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഞങ്ങൾ ഈ പരാതി അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, എങ്ങനെയാണ് ഈ കുട്ടികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് ഈ അറ്റാക്ക് ചെയ്ത വ്യക്തിക്ക് മനസ്സിലായി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ കുട്ടികളെല്ലാം ഇൻസ്റ്റാഗ്രാമിനകത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ ഓരോ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ ആ പോസ്റ്റുകൾ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ട്രാവൽ പാത്തുകളെല്ലാം മറ്റൊരാളുമായിട്ട് റിവീൽ ചെയ്തിട്ട് ഈ കുട്ടികളെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റുകൾ ഇടുന്ന സമയത്തും അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്തും നമ്മളൊരു സേഫ് സോണിനകത്താണോ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഒരു വീട്ടിൽ മോഷണം നടന്നതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ വീട്ടിൽ മോഷണം നടക്കാനുണ്ടായ കാരണം. എന്താണ് അവരിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ഗോവ ഫോർ 1 വീക്ക് എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് അവർ ഗോവയ്ക്ക് പോയി. പക്ഷേ ഗോവയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഈ വീട്ടിലൊരു മോഷണം നടന്നു. അതിനെന്താ കാരണം? അയാൾക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളൊരു കള്ളനായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത് പബ്ലിക്കായിട്ടുള്ള പല ആൾക്കാർക്കും കാണാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ റീസെൻ്റ്ലി ഈ ടോപ്പിക്കുകളിലെല്ലാത്തിലും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതിനെ നമ്മൾ പറയുന്നത് നോർമലി ഡിജിറ്റൽ ഗ്രൂമിംഗ് എന്ന് പറയും. എന്താണ് കുട്ടികൾ ഇങ്ങനെയുള്ള ട്രാക്കിലേക്ക് എത്തിപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അവർക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിൽ ഒരാൾ വന്ന് സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരിക്കുന്ന കുട്ടികളായിരിക്കും. ആ ആക്റ്റീവായിരിക്കുന്ന കുട്ടികളോട് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തി വന്ന് ആദ്യം സംസാരിക്കും. ആ സംസാരിക്കുന്ന വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടെത്തിക്കും. അത് വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കും. ആ പ്ലാറ്റ്ഫോമിനകത്ത് അതിന് ഒരു റീസെൻറ്റ് കേസ് കൂടെ പറയാം. ഒരു കുട്ടിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമുള്ളൊരു കുട്ടിയെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ ഫാൻസ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പരിചയപ്പെടുകയും അയാൾ ആ കുട്ടിയെ ഫിലിമിൽ ചാൻസ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ കുട്ടിയെക്കുറിച്ച് കുറച്ച് വീഡിയോസ് അയാൾ റെക്കോർഡ് ചെയ്ത് മേടിക്കുന്നു. ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ വെച്ചിട്ട് പിന്നീട് ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരുമായിട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് തരം കണ്ടൻറ്റാണെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാൻ. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോകും എന്ന് നിങ്ങൾ ആലോചിച്ചോളുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനകത്ത് ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ബാക്കിൽ ക്യാമറയുണ്ട്. ഈ ക്യാമറയൊക്കെ നിങ്ങളുടെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ആക്സസ് ചെയ്യാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും എല്ലാം സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോകും, എവിടെയൊക്കെ വയ്ക്കും എന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങളിങ്ങനെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും മറ്റൊരാൾക്ക് എടുക്കാവും പറ്റൂ എന്നല്ല. ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോയും ഫോട്ടോയൊക്കെ മറ്റൊരാൾക്ക് എടുക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കാനായിട്ട്
ഒന്ന് രണ്ട് മെക്കാനിസംസ് ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ കോൾ ഫോർ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 1930 ആണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 1930 ആണ്. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയ പരാതി ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിൽ കൊടുത്ത് റെസീറ്റ് മേടിക്കുക. എന്നിട്ട് CEIR എന്ന് പറയുന്നൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ഫോൺ മറ്റൊരു സിമ്മിട്ട് ഓണായി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ആ ഫോൺ വേറൊരു സിമ്മിൽ ഓണായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേഷനിലേക്ക് അലർട്ട് പോകും. അതാണ് CEIR എന്ന് പറയുന്ന പോർട്ടൽ. ഇനി ഏത് തരത്തിലുള്ള സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള പരാതികളും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോർട്ടലാണ് cybercrime.gov.in. cybercrime.gov.in. ഇത്രയുമാണ് ഇതൊരു വലിയ ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് വളരെ മിനിമലൈസ്ഡ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. Modern English School.